അയ്യപ്പേട്ട, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി CPM-ന്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ MV നികേഷ് കുമാർ. അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചിറങ്ങിയതിന് ശേഷം പോയത് സജീവ രാഷ്ട്രീയത്തിലേക്കാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ചില വിവരങ്ങൾ പ്രകാരം അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് ജനവിധി തേടുമെന്നൊക്കെ പറയുന്നുണ്ട്. 2016-ൽ അദ്ദേഹം ദയനീയമായിട്ട് പരാജയപ്പെട്ടു. 2000 പരം വോട്ടുകൾക്ക് KM ഷാജിയോട് പരാജയപ്പെട്ടു. അന്നറിയാം, അന്നും ഉണ്ടായത് പ്രത്യേകിച്ച് MV രാഘവനോടും കുടുംബത്തോടും CPM എന്ന പാർട്ടി ചെയ്ത ക്രൂരതകൾ സമാനതകളില്ലാത്തതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് അക്കാലത്ത് തന്നെ ഉയർന്നു വന്നത്. എൻ്റെ ചോദ്യം ഇതാണ്: MV നികേഷ് കുമാർ ഇപ്പോൾ കഴിഞ്ഞ 2016 മുതൽ CPM-ലെ കൂടെയാണ്. CPM ചിഹ്നത്തിലാണ് കഴിഞ്ഞ 2016 CPM ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിലും അദ്ദേഹം തളിപ്പറമ്പിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, MV രാഘവൻ എന്ന് പറയുന്ന നികേഷ് കുമാറിൻ്റെ അച്ഛനോട് CPM കാണിച്ച ക്രൂരതകൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും മറക്കാൻ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമുക്ക് മറക്കാനാവാത്തതാണ്. MV നികേഷ് കുമാർ ഇനിയും മറുകണ്ഠം ചാടാൻ, അതായത് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ UDF-ലേക്കൊക്കെ മറുകണ്ഠം ചാടാൻ സാധ്യത എത്രത്തോളമുണ്ട്? നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് MV നികേഷ് കുമാർ. അദ്ദേഹം എന്ന പത്രപ്രവർത്തകന് തുഫേലിന് ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. അദ്ദേഹം എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അദ്ദേഹം എന്ന പത്രപ്രവർത്തകനോട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അദ്ദേഹത്തോട് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ തുഫേൽ ചോദിച്ച ഒരു ചോദ്യം, അദ്ദേഹം മറുകണ്ഠം ചാടുമോ? തീർച്ചയായിട്ടും അദ്ദേഹം മറുകണ്ഠം ചാടും. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പിതാവിനെ അഴീക്കോട് മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന MV നികേഷ് കുമാർ ഒരു കാലത്ത് CPM-മായി അകലം പ്രാപിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പാർട്ടിയെക്കാളും, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയെക്കാളും ഒരാൾ വലുതാകുന്നു എന്ന് കണ്ടാൽ അത് 1980-കളിൽ എൻ്റെ കുട്ടിപ്രായത്തിൽ, അതായത് നമ്മൾ പത്രം വായിക്കുന്ന സമയം ദേശാഭിമാനി വായിച്ചാണ് അക്ഷരം ഞങ്ങൾ ശരിക്കും പഠിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് അന്ന് പത്രം വീട്ടിൽ വരുന്നത്. അച്ഛനൊരു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അങ്ങനെ വീട്ടിൽ വരുന്ന പത്രം ദേശാഭിമാനി, കൊച്ചിയിൽ നിന്ന് വരുന്ന പത്രമാണ് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ പറയുന്ന നേതാക്കളൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പോൾ ദേശാഭിമാനി നമ്മൾ വായിച്ച് ഇങ്ങനെ ഈ പറയുന്ന CPM-ന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മളപ്പോൾ കഥയിലേക്ക് വരുമ്പോൾ MV നികേഷ് കുമാർ എന്ന നേതാവിൻ്റെ അച്ഛൻ MV രാഘവൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ 1986-ലാണ് ബദൽ രേഖ അദ്ദേഹം അവതരിപ്പിച്ചത്. കൊല്ലത്ത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം 86-ൽ ബദൽ രേഖ അവതരിപ്പിക്കുന്നത്. ബദൽ രേഖ എന്ന് പറയുന്നത് എന്താണെന്ന് തുഫേലിന് അറിയാം. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അന്ന് ഈ പറയുന്ന എങ്ങനെ അധികാരത്തിലേക്ക് തിരിച്ചു വരാം, ഒരു വേള ഇവർ ആകെ അന്തിച്ചു പോയി. കാര്യം പാർട്ടി എന്ന് പറയുന്നത് അധികാരത്തിലേക്ക് വരാതിരുന്നാൽ, പാർലമെന്ററി തലത്തിൽ വരാതിരുന്നാൽ പാർട്ടി ക്ഷയിച്ചു പോകുമെന്ന് ഇവർ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് അന്ന് MBR എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ശക്തിയാണ്. MBR ശക്തിയാണ്, യുവാക്കൾക്കിടയിൽ ഭയങ്കരമായ പേരുള്ള ആളാണ്. അപ്പോൾ MBR-നെ ഇപ്പം ഈ പറഞ്ഞ ഈ മുഖ്യമന്ത്രിക്കും മനസ്സിൽ ഇതുണ്ടായിരുന്നു, ഇദ്ദേഹം തൻ്റെയൊക്കെ മുന്നിലുണ്ടായിരുന്നാൽ ഇദ്ദേഹത്തിനെ വെട്ടിയില്ലെങ്കിൽ കാര്യം അന്നേ ഇദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. അടുത്ത 10 കൊല്ലത്തേക്ക് തനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ MBR-നെ കുറിച്ച് ഒരു ചെറിയ കഥ ഞാൻ പറയാം. MBR ഗർജിക്കുന്ന ഒരു സിംഹം തന്നെയായിരുന്നു. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് MBR-നെ പോലീസ് തല്ലാൻ പോയ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, കേട്ടിട്ടുണ്ട്. അപ്പം MBR എന്ന് പറഞ്ഞാൽ പോലീസിനൊപ്പം പുലിക്കോടൻ നാരായണനെ പോലെയുള്ള പോലീസുകാരനോടൊപ്പം ഒന്ന് ചോദിച്ചാൽ 10 തിരിച്ചു പറയുന്ന ഇടിയം പോലീസിനെ തിരിച്ചിടിക്കാൻ ചങ്കുറപ്പുള്ള ഒരു പാർട്ടിക്കാരനായിരുന്നു. ആ ചങ്കുറപ്പുള്ള പാർട്ടിക്കാരനെ പാർട്ടി അണികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ MBR പാർട്ടിയെക്കാളും മുകളിലേക്ക് കയറിപ്പോകുന്നോ എന്ന് ഒരു വേള പാർട്ടി ചിന്തിക്കുന്ന ഒരു സമയം. നേമത്ത് ഈ പറയുന്ന പോലെ MBR ഇങ്ങനെ നിയമസഭയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുണാകരനെതിരെ മത്സരിക്കാനായുള്ള സ്ഥാനാർത്ഥിയുടെ ചുവരെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കോൺഗ്രസിനാണ് ഞാൻ പറയുന്ന ഈ ബദൽ രേഖയുടെ കാര്യത്തിന് മുന്നേ ഉള്ളൊരു കഥയാണ് ഈ പറയുന്നത്. MBR-ന്റെ കരുത്തിനെ കുറിച്ചാണ് പറയുന്നത്. MBR ഇങ്ങനെ ചുവരെടുത്ത് നടത്തിക്കൊണ്ട് ചുവരെടുത്ത് നടത്തിക്കൊണ്ട് നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ കാക്കമാരെ കൊടുക്കുന്ന ഒരു കള്ളിമുണ്ടുണ്ട്, ഒരു വെള്ള കള്ളിമുണ്ടുണ്ട്. അങ്ങനത്തെ ഒരു കള്ളിമുണ്ടൊക്കെ കൊടുത്ത് തലയെക്കെട്ടൊക്കെ കെട്ടി MBR ഇങ്ങനെ കുട്ടി ബനിയൻ, ഹാഫ് ബനിയൻ അവിടുത്തെ ആൾക്കാർ ഇടുന്നുണ്ട്. ഈ കൈയുള്ളൊരു ബനിയനുണ്ട്. ഈ ബനിയനൊക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ MBR-ആണ് നിൽക്കുന്നത് എന്ന് ഈ വന്ന പോലീസുകാർ അറിയുന്നില്ല. അന്ന് കരുണാകരൻ നേമത്ത് മത്സരിക്കുന്നുണ്ട്, മാളയിൽ മത്സരിക്കുന്നുണ്ട്. ഇത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു തന്ന കഥയാണ്. അങ്ങനെ ഈ വണ്ടി പോലീസ് ജീപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ MBR അവിടെ നിൽപ്പുണ്ട്. പോലീസുകാരൻ ഇങ്ങനെ ചാടി ഇറങ്ങിയിട്ട് ചോദിച്ചു, ഇത് ആരോട് ചോദിച്ചിട്ടോ ഈ ഇവിടെ ഇതൊക്കെ മതിലൊക്കെ നിൻ്റെയൊക്കെ ഇത് എഴുതാൻ പറഞ്ഞത്? ഉടനെ തലക്കെട്ടങ്ങ് അയച്ചിട്ട് MBR ചോദിച്ചു, എന്താടോ തൻ്റെ നെറ്റീമേ എഴുതണോടോ ഈ തലക്കെട്ടങ്ങ് അയച്ചു? അതാണ് MBR. ഞങ്ങൾ ഈ ചോര എഴുതുന്ന തൻ്റെ നെറ്റീമേ എഴുതണോടോ എന്ന് ചോദിച്ചു. പോലീസുകാരൻ അവിടെ നിന്നില്ല. പോലീസുകാരൻ അപ്പോഴും തന്നെ പോയി. ഈ MBR-നെ പാർട്ടി ഭയക്കുന്നുണ്ടായിരുന്നു.
എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അങ്ങനെ ആയിരുന്നു. എങ്ങനെ? പാർട്ടിയെക്കാളും ആരും അതീതരല്ല. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെക്കാളും അതീതനാണ്. അങ്ങനെ ഈ പറയുന്ന പിണറായി വിജയന്റെ കീഴിലാണ് പാർട്ടി. പിണറായി എന്നാൽ പാർട്ടി, പാർട്ടി എന്നാൽ പിണറായി. അങ്ങനെ ഈ പറയുന്ന MBRനെ ഒതുക്കിയതിന്റെ ഫലമായി 1986 അദ്ദേഹം മുസ്ലിം ലീഗുമായി ചേർന്നാൽ നമുക്ക് ഭരണത്തിലേക്ക് തിരിച്ചു വരാം എന്ന ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു ബദൽ രേഖ. ഈ ബദൽ രേഖ അവതരിപ്പിക്കുന്നത് MBR ഒറ്റയ്ക്കായിരുന്നില്ല. MBR കൂട്ടായ തീരുമാനത്തോടെ പുലിക്കോടൻ നാരായണൻ, EK നയനാർ, MBR, അന്ന് പാർട്ടിയിലെ തലപ്പൊക്കമുള്ള നേതാക്കളായി ചെറുപ്പക്കാരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള നിരവധി പേർ, അന്ന് CP ജോൺ, പറയുന്ന തോമസ് ഐസക്ക്, MV ഗോവിന്ദൻ, ഈ MV ജയരാജൻ, P ജയരാജൻ, ഇവരെല്ലാം തന്നെ ഇദ്ദേഹത്തിനൊപ്പമായിരുന്നു. ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു, പാർട്ടിക്ക് ഉയരായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ MBRന്റെ ബദൽ രേഖയെ ഒരു നിമിഷം MBRനെ ഇവരെല്ലാം കൂടെ ചതിക്കുകയായിരുന്നു. ആദ്യം ചതിച്ചത് EK നയനാരായിരുന്നു, ബാക്കി എല്ലാവരും. പക്ഷെ അന്നും BS അതിനെ എതിർത്തിരുന്നു. എന്നിട്ട് MBRനെ 86 പാർട്ടിക്ക് പുറത്താക്കുമ്പോൾ MBRനെ പിന്നെ ഒരു കൊടും ശത്രുവിനെ പോലെയാണ് ഇവർ കാണുന്നത്. അങ്ങനെ ആ 86 തൻ്റെ പിതാവിനെ പാർട്ടിക്ക് പുറത്താക്കുകയും പിന്നെ ഇവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് ഈ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ പടക്കം പൊട്ടിക്കുന്ന കണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഈ പറയുന്ന TP 51 വെട്ടുവെട്ടി ഇതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്രയും അലർട്ടായി നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് MBRനെ വളഞ്ഞിട്ടടിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നീണ്ടു പോകുന്നില്ല. ഏതായാലും MV നികേഷ് കുമാറിനെ സ്വന്തം പിതാവിനെ ഇത്തരത്തിൽ കൊല്ലാതെ കൊന്ന ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വേള അദ്ദേഹം പറഞ്ഞോളൂ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു വേള ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പിതാവിനെ കൊല്ലാതെ കൊന്ന പാർട്ടിയോട് അദ്ദേഹം ഇപ്പൊ അടുത്ത് നിൽക്കുമ്പോൾ ഈ പറയുന്ന പഴയ ചില കാര്യങ്ങൾ നമുക്കിതിൽ ഓർത്തെടുത്ത് വിസ്മരിക്കാൻ കഴിയില്ല. അതായത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇപ്പൊ അവിടെ ഇരുന്ന് മോഡികൾ ഉണ്ടാക്കുന്നത് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കെതിരെ മോഡികൾ ഉണ്ടാക്കുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് പേടിച്ചെന്ന് പറഞ്ഞേക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ സമ്മതിച്ചു. കാര്യം അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിന്റെ കൂടെയുള്ള CG ആണ്, അറിയാമല്ലോ, നമ്മുടെ CG കടക്കലാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ പ്രസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെക്കുന്ന CG ആണ്. അപ്പോൾ ഏതായാലും 1986 ബദൽ രേഖ വരുന്നു. ഭരണം മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും കിട്ടുമെന്ന് പറയുന്നു. 87 നയനാർ സർക്കാർ ഭരണം നൽകുന്നു. ഞാൻ SSLCക്ക് പഠിക്കുകയാണ് 87. ഈ 87 അദ്ദേഹം ഈ പറയുന്ന സഭയിൽ 87 നയനാർ സർക്കാർ ഭരണം വരും. നമ്മൾ ആ ഇൻസിഡന്റ് കൂടെ ഒന്ന് ഓർക്കണം. ഈ പറയുന്ന MBRനെ നിയമസഭയ്ക്കകത്ത്, ഇന്നത്തെ പുതിയ മന്ദിരത്തിലല്ല, പഴയ നിയമസഭ, നമ്മുടെ ഇപ്പോഴത്തെ ഓഫീസൊക്കെ ഇരിക്കുന്ന മുഖ്യമന്ത്രി നോർത്ത് ബ്ലോക്കിൽ എൻ്റെ തൊട്ടടുത്താണ്. 87 നയനാർ സർക്കാർ ഭരണമേറ്റ് 3 മാസത്തിനകം AK സ്മാരക സഹകരണ ആശുപത്രിയിലെ തെരഞ്ഞെടുപ്പ്. CPIM കള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കള്ള വോട്ട് നടത്തി ആശുപത്രി ഭരണം പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇതിനെതിരെ സഭയിൽ MBR പിന്നെ അന്ന് സഹകരണ മന്ത്രിയായി TK രാമകൃഷ്ണനാണ് ഉള്ളത്. അപ്പോൾ ആശുപത്രി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ച് 1987 ജൂലൈ 1 MB രാഘവൻ ഉന്നയിച്ച സബ്മിഷനാണ് നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങൾക്ക് ഇടയാക്കിയത്. സഹകരണ വകുപ്പ് മന്ത്രി TK രാമകൃഷ്ണൻ വകുപ്പിലെ അഴിമതി സംബന്ധിച്ച് സബ്മിഷന് തെറ്റായ മറുപടി നൽകുകയായിരുന്നു എന്ന് MBR ആരോപിച്ചു. അങ്ങനെ ഈ MBRനെ നമ്മൾ നേരത്തെ പറഞ്ഞ ബദൽ രേഖയ്ക്ക് ശേഷം ഒരു മുഖ്യ ശത്രുവായി അദ്ദേഹം CMBയിലേക്ക് പോയി. അന്ന് ഇതുകൂടി നമ്മൾ പറയണം. ഇത്തരത്തിൽ MV ജയരാജൻ, MV ഗോവിന്ദൻ പാർട്ടി വിട്ടുപോയതാണ്. MV ഗോവിന്ദൻ, P ജയരാജൻ ഇവരെയൊക്കെ അതായത് അടുത്ത 10 വർഷത്തേക്ക് കൃത്യമായ പ്ലാൻ തയ്യാറാക്കി വെച്ച് നീങ്ങുന്ന ഈ പറയുന്ന പിണറായി വിജയൻ ഇവരെ എല്ലാം വിളിക്കുകയായിരുന്നു, നിങ്ങൾ പോകരുത്, നിങ്ങൾക്കെല്ലാം ഞാൻ സ്ഥാനമാനങ്ങൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ പറയുന്ന MBR അവിടെ നിന്ന് മാറിക്കഴിയുമ്പോഴാണ് കണ്ണൂർ എങ്ങനെ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന നേതാവ് തലപൊങ്ങുന്നത്. അങ്ങനെ നമ്മൾ ആ കഥയിൽ നിന്ന് വീണ്ടും നമ്മൾ ഈ പറയുന്ന നിയമസഭയിലേക്ക് നമ്മൾ വരികയാണ്. ഈ പറയുന്ന സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ MB രാഘവൻ പറഞ്ഞ ആ സബ്മിഷന് മറുപടിയായി TK രാമകൃഷ്ണൻ പറഞ്ഞ് തെറ്റായ കാര്യങ്ങളാണ് ഈ പറയുന്നതെന്നും ശരിയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ബദ്ധശത്രുവായി മാറിയ MBRനെ അന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന 1987 അദ്ദേഹം സഭയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹമുണ്ട്. അദ്ദേഹം അടങ്ങുന്ന ഒരു കൂട്ടം MLA-മാർ അദ്ദേഹത്തിനെ തല്ലുകയായിരുന്നു. അന്ന് സ്പീക്കറായിട്ടുണ്ടായിരുന്ന വർക്കൽ രാധാകൃഷ്ണനായിരുന്നു. ക്രൂരമായി മർദ്ദിച്ച്, അതായത് പറഞ്ഞുണ്ടാക്കിയത് TK രാമകൃഷ്ണനെ തല്ലാനായി MBR പോയി എന്നാണ്. ഒരിക്കലും MBR അങ്ങനെ പോയിട്ടില്ല. എന്നിട്ട് MBR തിരിച്ചു തല്ലിയാൽ ഇവരൊന്നും ഒന്നുമല്ല. MBRന്റെ കരുത്ത് ഇവർക്ക് അറിയാവുന്നതാണ്. MBR അന്ന് തിരിച്ചു തല്ലിയാൽ ഈ തല്ലാൻ പോയവർക്കൊക്കെ നിരുപാധികം തിരിച്ചു തല്ലാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടല്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഇവർ തല്ലി അദ്ദേഹത്തിന് ആശുപത്രിയിലായി. എന്നിട്ട് അദ്ദേഹത്തിനെ സസ്പെൻഷനിലാക്കി. അദ്ദേഹത്തിനെ തല്ലിയവരെ ആരെയും
ഈ പാർട്ടി അന്ന് വർക്കൽ രാധാകൃഷ്ണനാണ് സ്പീക്കർ. കാര്യം സ്കൂളിൽ നിന്ന് ഞങ്ങളെ നിയമസഭ കാണാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളെ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ സഭ എന്താണെന്ന് അറിയാൻ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് മുതൽ സഭ ഭയങ്കര ഇഷ്ടമാണ് നമുക്കെല്ലാം കാണാനായിട്ട്, ഈ സബ്മിഷനും മറുപടിയും. അപ്പോൾ അന്ന് ഈ പറയുന്ന രീതിയിൽ ടി.കെ. രാമകൃഷ്ണൻ എന്ന സഹകരണ മന്ത്രി, തുഫേലിനെ അറിയാം, ചരിത്രം തുഫേൽ പഠിച്ചിട്ടുള്ള ടി.കെ. രാമകൃഷ്ണൻ കോട്ടയംകാരനായ ഒരു നല്ല നേതാവാണ്, മരിച്ചുപോയി. അങ്ങനെ വേട്ടയാടപ്പെട്ട ഒരു നേതാവാണ് ഈ പറയുന്ന രീതിയിൽ CPM-ന്റെ CMP എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഏർപ്പെട്ട, അതായത് 2001-ലാണോ 2000 ആണ്ടിലാണോന്നറിയില്ല, അത് ഞാൻ ഹയർ സെക്കൻഡറി +1 പഠിക്കുന്ന കാലത്ത് ആണ് സംഭവം. അത് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം അടിച്ചു ചേർക്കുകയും മിണ്ടാപ്രാണികളായ പാമ്പുകളെ ചുട്ടരിക്കുകയും ചെയ്തു CPM-മാര്. തീർച്ചയായിട്ടും ക്രൂരമായ ദേഷ്യം കാരണം ക്രൂരമായി ചുട്ടരിച്ചു. തീർച്ചയായിട്ടും ഒരു സാധുക്കളായ പാമ്പുകള് ഒരു മിണ്ടാപ്രാണികളെ ചുട്ടരിച്ചു CPM-മാര്. ആ പാമ്പ് വളർത്തൽ കേന്ദ്രം അടിച്ചു തീർത്തു. മാത്രമല്ല 2016-ൽ ഈ പറയുന്ന MP നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് KM ഷാജി, അന്ന് മുസ്ലിം ലീഗിന്റെ KM ഷാജി, നികേഷ് കുമാറിന്റെ എതിർ സ്ഥാനാർത്ഥിയായ ഷാജി MP രാഘവന്റെ പെങ്ങളെ കാണാൻ പോയി, സഹോദരിയെ കാണാൻ പോയി. അന്ന് MP രാഘവന്റെ പെങ്ങൾ സഹോദരി പറഞ്ഞ കാര്യം, എൻ്റെ ചേട്ടനാണ് MP രാഘവൻ, എൻ്റെ ജ്യേഷ്ഠനെ ക്രൂരമായി മർദ്ദിച്ചവർക്കും ഉപദ്രവിച്ചവർക്കും ഞാൻ വോട്ട് ചെയ്യില്ല, എൻ്റെ വോട്ട് എൻ്റെ പിന്തുണ ഷാജിക്കാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ 91-ൽ ഇങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു, UDF ഭരണത്തിൽ വരുന്നു. ഇദ്ദേഹത്തിന് MBR കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചാണ് സഹകരണ മന്ത്രിയാകുന്നത്. അപ്പോൾ ആ സഹകരണ മന്ത്രി ആയ ശേഷം അദ്ദേഹം ഈ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് സംഘങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി 3 വർഷമാക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ അദ്ദേഹം സഹകരണ മന്ത്രി ആക്കി കഴിയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഒരു നല്ല സഹകാരിയാണ്. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തെ സഹകരണ ബാങ്കൊക്കെ അറിയാമല്ലോ, CPM-മാരാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു സഹകാരിയായ അദ്ദേഹം ഇത്തരത്തിൽ ബില്ല്, ഈ പറയുന്ന വ്യവസ്ഥകൾ അടങ്ങിയ ബില്ല് അവതരിപ്പിച്ചപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM അംഗങ്ങൾ ബഹളം വെച്ച് ബിൽ തടസ്സപ്പെടുത്താൻ നോക്കി. ബില്ല് പാസ്സായതിനെ തുടർന്ന് മന്ത്രിയെ തെരുവിൽ വേട്ടയാടി. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച കാറിന് നേരെ, ട്രെയിനിന് നേരെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ കല്ലെറിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഇതൊരു 10 മിനിറ്റിൽ നമുക്ക് സംസാരിച്ചെടുക്കാൻ പറ്റില്ല. ഓർക്കണം. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട MP നികേഷ്, താങ്കളുടെ പിതാവിനെ, അതായത് 93-ൽ പിന്നെയും നമുക്ക് പറയാൻ ഇൻസിഡന്റ് ഉണ്ട്. AKG സഹകരണ ആശുപത്രിയിലെ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ അദ്ദേഹത്തിനെ ഒരു നിരന്തരം വേട്ടയാടിയ ഈ പാർട്ടി 96 ജനുവരി 2-ന് പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം വകവെച്ചുകൊണ്ട് ഏതായാലും നമുക്കിതിൽ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതിൻ്റെ പേരിൽ നമ്മളിവിടെ ചർച്ചകളിൽ പങ്കെടുക്കാറുള്ള പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന കണ്ണൂരുകാരനായ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിനെയും ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറഞ്ചം പുറഞ്ചനം ആള് വെച്ച് വെട്ടി. ആ മനുഷ്യൻ ചത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ പിതാവിനെ കൊല ചെയ്ത പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ വക്കാലത്ത് പറയുന്ന ബഹുമാനപ്പെട്ട MP നികേഷ് കുമാർ തങ്ങളുടെ പിതാവിനെ ഇത്തരത്തിൽ ക്രൂശിച്ചവരെ അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് പോയി കണ്ട്. എനിക്കൊരു കാര്യം കൂടി തുഫേലിന് പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കാൻ പോയിട്ടുണ്ട്. MBR തിരുവനന്തപുരത്ത് ഇവരെ പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെ ആദ്യത്തെ പ്രസംഗം എന്ന് പറഞ്ഞൊരു ഫീച്ചർ എഴുതാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. മനോഹരമായിട്ടാണ് സംസാരിച്ചത്. സത്യത്തിൽ ഞാനിതിങ്ങനെ അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇപ്പം തുഫേൽ ഇരിക്കുന്ന പോലെ ഇരിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ടേപ്പ് റെക്കോർഡൊന്നും, ഞാൻ ടേപ്പ് റെക്കോർഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷേ ഞാനൊരു കടലാസിൽ ഷോർട്ട് ഹാൻഡിലാണ് എഴുതിയെടുത്ത് കൊണ്ടുവരുന്നത്. ഓർമ്മയിലെ ആദ്യത്തെ പ്രസംഗം, അത് K. സുധാകരനെ ഞാൻ കാണാൻ പോയിട്ടുണ്ട് ആ ഫീച്ചർ എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പിതാവ് പറയും MBR പ്രസംഗിക്കുന്ന എങ്ങനെയാണെന്ന്. ഇപ്പോൾ തുഫേലിനൊരു സംസാര രീതി ഉണ്ടെങ്കിൽ തുഫേലിനെ അതേപോലെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു. തുഫേൽ പറയുന്നത്, തുഫേലിൻ്റെ ജസ്റ്ററുകൾ, അങ്ങനെ ഒരു വേള CPM-ന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവിനെ വേട്ടയാടി കൊല്ലാൻ ശ്രമിച്ച CPM എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട MP നികേഷ് കുമാർ, താങ്കൾ പേന ചലിപ്പിക്കുമ്പോൾ താങ്കളുടെ പിതാവിനെ താങ്കൾ ഒരിക്കലെങ്കിലും ഓർക്കണമെന്ന് മാത്രമേ. പക്ഷെ വേറെ കാര്യം, അവസാന MBR മരിക്കുന്നതിന്റെ അവസാന കാലഘട്ടങ്ങളിൽ MBR വീണ്ടും പാർട്ടിയോട് അടുത്ത രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവർ പോയി കണ്ടതാ. ആ മനുഷ്യന്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയി, തല്ലുകൊണ്ടും അല്ലാതെയൊക്കെ. അദ്ദേഹം ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇവരുടെയൊക്കെ ചതിക്കുഴിയിൽ അദ്ദേഹം വീണതാണ്. അദ്ദേഹം അദ്ദേഹത്തിനെ പുറത്താക്കിയെങ്കിൽ അദ്ദേഹം പുറത്താക്കിയതിൽ നെഞ്ചു കൊടുത്ത് നിൽക്കുകയാണ്. മാത്രമല്ല MP രാഘവന്റെ ഭാര്യ, അതായത് നികേഷ് കുമാറിന്റെ അമ്മ, ഒരിക്കൽ മലയാള മനോരമ പത്രത്തിൽ ഞായറാഴ്ച പതിപ്പിൽ അഭിമുഖം കൊടുത്തു. ഞാൻ ആ അഭിമുഖം വായിച്ചാണ്. ഇപ്പോഴല്ല കേട്ടാ, കുറച്ച് വർഷങ്ങൾ മരിക്കുന്നതിന് മുമ്പ്. അമ്മ മരിക്കുന്നത് 2021-ലെ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് നികേഷ് കുമാറിൻ്റെ അമ്മ മരിക്കുന്നത്. അതിനേക്കാൾ മുമ്പ് 2020-ലോ 2010, ഞാൻ ആ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതിൽ പറയുന്നുണ്ട് P. ജയരാജൻ, MP ജയരാജൻ, EP ജയരാജൻ, പിണറായി വിജയൻ പോലുള്ള കണ്ണൂരിലെ മുതിർന്ന MP ഗോവിന്ദൻ
ഒരുപാട് ഭക്ഷണം ഞാൻ വെച്ചും വിളമ്പി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അവർ ഇവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ, അതായത് ഞങ്ങളുടെ വീട്ടിൽ, പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ, ഭരണശ്ശേരിയിലെ വീട്ടിലൊക്കെ കിടക്കായിരുന്നു, വിശ്രമിക്കുമായിരുന്നു. അവർ സ്ഥിരമായിട്ട് വന്നു പോകുമായിരുന്നു. ഞാനുണ്ടാക്കിയ ചോറും കറിയും തിന്ന് അവർ വിശപ്പടക്കി ഉണ്ടാവും. ഞാൻ ആ അനുഭവം വായിച്ചതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി ഒരു വേള വല്ലാതെ വേട്ടയാടിയ ഈ പറയുന്ന ഈ ഇരട്ടച്ചങ്കൊന്നും ഒരു ചങ്കല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചങ്കൊന്നും ഒരു ചങ്കുമല്ല. അദ്ദേഹത്തിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സ്ക്രീൻ ചെയ്ത് പുറത്താക്കുന്ന രീതിയിൽ പുറത്താക്കിയിട്ട് തനിക്ക് അവസരം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചൊരു നേതാവാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പൂട്ടൻപള്ളിക്കുന്ന് ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത്, ശക്തമായ പിണറായി വിരുദ്ധ വികാരമാണ് ഇവിടെ ഉള്ളത്. അപ്പോ നമുക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട MP നികേഷ്, താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുന്ന താങ്കൾ മാധ്യമപ്രവർത്തകനും ഞാനൊരു ജീവനക്കാരനുമായിരുന്നു. പക്ഷേ നമുക്ക് പറയാനുള്ളത്, താങ്കളുടെ പിതാവിനെ ഇത്തരത്തിൽ നിഷ്കരണം വേട്ടയാടിയ ഒരു പാർട്ടിക്കൊപ്പോ താങ്കൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിശയം തോന്നുന്നില്ല. ഒന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഞങ്ങൾക്ക് അതിശയം തോന്നുന്നില്ല. നാളെ താങ്കൾ കളം മാറ്റി ചവിട്ടാനും മടിയില്ലാത്ത ആളാണെന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ അതിൽ ആർക്കും അതിശയം ഉണ്ടാകേണ്ടതില്ല. എന്താ പറയാനുള്ളത്? അതേ പറയുള്ളൂ. കാരണം നികേഷ് കുമാർ ഇപ്പോൾ 2016 അന്ന് റിപ്പോർട്ടർ TV പറഞ്ഞ സജീവ രാഷ്ട്രീയത്തിലേക്കാണെന്ന് പറഞ്ഞു പോയി. എന്നിട്ട് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ താടിയൊക്കെ വെച്ച് വല്ലാത്ത രോമവും കാടൊക്കെ ഇട്ട് പിന്നെ വീണ്ടും മാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നു. പിന്നെ അതിനുശേഷം റിപ്പോർട്ടർ പുതിയ മാനേജ്മെന്റ് ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ലോക്സഭാ ഇലക്ഷന് ശേഷം നമുക്ക് വ്യക്തിപരമായി വ്യക്തിപരമായി അദ്ദേഹം നമ്മളെ ബോസ് ആയിരുന്നു. അത് പാർട്ട് ഓഫ് ദ ഗെയിം, നമ്മൾ ജോലി ചെയ്ത സമയത്തുള്ളതാണ്. പക്ഷേ നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിന്റെ പിതാവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ചെയ്ത മുൻകാല ചെയ്തികൾ മറക്കാൻ പാടില്ല. അദ്ദേഹം മറക്കാൻ പാടില്ല. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ മകനാണ് താങ്കൾ, അത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ താങ്കളുടെ പിതാവിനെ ദ്രോഹിച്ചവർക്കൊപ്പം താങ്കൾ ഇപ്പൊ നിൽക്കുമ്പോൾ ഒരു വേള നമുക്കതൊന്നും, ചരിത്രം ഒരിക്കലും അതൊന്നും മറക്കില്ല. അത്രേ പറയാനുള്ളൂ.